ആരാ? എന്ത് വേണം? ചേച്ചി ദിനേശ് ഏട്ടനില്ലേ? ഇവിടെ ഇല്ലല്ല. എവിടെ പോയി ചേച്ചി? അറിയില്ല മോനെ, 2 ദിവസം ഇവിടുന്ന് പോയിട്ട്. ഇടക്കിങ്ങനെ പോകും, 3-4 ദിവസം കഴിയുമ്പോ തിരിച്ചു വരും. എന്താ മോനെ കാര്യം? ചേച്ചി ദിനേശേട്ടൻ പോവാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ എവിടെയാണെന്ന് ചേച്ചിക്ക് അറിയാം? മോനെ എന്നോട് അങ്ങനൊന്നും പറയാറില്ല. ദേ മണിയൻ വന്നില്ല. അങ്ങേരെ എവിടെ പോണെങ്കിലും മണിയൻ അറിയാണ്ട് പോകത്തില്ല. എവിടെയാണോ അവൻ? എനിക്കറിയത്തില്ല. ഇങ്ങനെ പറയത്തില്ല, കണ്ടവണി പൊട്ടിച്ചിട്ട് പോയിക്കടാ. ഇനി പറയടാ. ചത്താലും ഞാൻ പറയത്തില്ല. കാണിച്ചു തരാം, വാ. ആ നീയായിരുന്നു? ഞാനൊന്ന് പേടിച്ചു. കയറി വാടാ. പേടിച്ചിട്ടാ ഞാൻ ഒളിവിൽ വന്നത്. അല്ലാതെ സാറിന്റെയും മോളുടെയും മരണമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. അവളുടെ അച്ഛൻ എന്ത് ഇല്ലീഗൽ ബിസിനസ് ഇല്ലേ? തനിക്കറിയോ അത് എന്താണെന്ന്? എൻ്റെ അറിവിൽ സാറിന് മെയിനായിട്ട് ഗോൾഡിന്റെ ബിസിനസ്സാണ് ഉള്ളത്. അതിന്റെ മീറ്റിംഗ് എല്ലാം ഞാൻ കൂടെ സാറിന് പോകാറുള്ളത്. പക്ഷേ അതല്ല, 6 മാസം മുമ്പ് സാറ് പുതിയൊരു ബിസിനസ് തുടങ്ങി. അതിന്റെ മീറ്റിങ്ങിന് പോകുമ്പോൾ സാർ ഒറ്റയ്ക്കാണ് പോകാറുള്ളത്. താൻ ചോദിച്ചില്ലേ എന്ത് ബിസിനസ് ആണെന്ന്? ചോദിച്ചു. അപ്പൊ പറഞ്ഞു നീ അറിയണ്ട, സമയമാകുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. അന്ന് സാറിനൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. സാർ എന്നോട് വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. അല്ലെങ്കിൽ അവരെന്നെയും കൊന്നേ. ആര്? പറയണോ? അത് ആ ചെമ്പകോളനിലെ സുരയാ. അവർ കുറച്ച് ദിവസങ്ങളായി ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. വിഷ്ണു, അവനെ എനിക്കറിയാം. അവൻ വേറെ സുരല്ല, ചെമ്പൻ സുരയ. അവൻ അവിടെ കയറി പൊക്കരിച്ച് പോടാ. അവൻ ചെറിയ ടീമല്ല. നമ്മളവിടെ കയറി പെട്ട പിന്നെ പുറത്തിറങ്ങാൻ നടക്കൂല. എവിടെയാണെങ്കിലും അവൻ ഏത് വലിയ ടീമാണെങ്കിലും ഇന്ന് തന്നെ അവനെ പൊക്കണം. ഈ മണിയനെ കൂട്ടിക്കൂ. അവൻ ആ ഏരിയ എല്ലാം നല്ലോണം അറിയാം. വാടാ.